ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആയുർവേദവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മെഡിക്കൽ ടെക്സ്റ്റുകളുമാണ്. ഇന്ത്യയിലെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ദൈവമാണ് ധന്വന്തരി. ധന്വന്തരി വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്. നോളജ് ഓഫ് ലോങ്കിവിറ്റി എന്നാണ് ആയുർവേദ എന്ന പദത്തിൻ്റെ മീനിങ്. ഇതിന് പൊതുവേ ഒരു ഉപവേദയായിട്ടാണ് കണക്കാക്കാറ്. ആയുർവേദത്തിൽ 8 അംഗാസാണ് ഉള്ളത്, അതായത് 8 കോമ്പണൻസ്. ഇതിനെയാണ് അഷ്ടാംഗ എന്ന് വിളിക്കുന്നത്. ഈ ഒരു അഷ്ടാംഗ കോൺസെപ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്നത് സാൻസ്കൃത് എപ്പിക്കായിട്ടുള്ള മഹാഭാരതയിലാണ്. കായ ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ മെഡിസിനെയാണ്. കുമാര എന്ന് പറയുന്നത് ചൈൽഡാണ്, അപ്പോൾ അത് പീഡിയാട്രിക്സ്. ശല്യതന്ത്ര എന്ന് പറയുന്നത് ഫോറിൻ ഒബ്ജക്ട്സിനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതായത് സർജറി. ശാലാക്യതന്ത്ര എന്ന് പറയുന്നത് അപ്പർ ബോഡിയിലുള്ള ഓപ്പണിങ്സും ക്യാവിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്, അതായത് ഇയേഴ്സ്, ഐസ്, നോസ്, മൗത്ത് തുടങ്ങിയതായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. ഭൂതവിദ്യ എന്ന് പറയുന്ന ബ്രാഞ്ച് സ്പിരിറ്റ്സ്, മൈൻഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അഗതതന്ത്ര, വിഷകര വൈരോധ എന്നൊക്കെ പറയുന്നത് ടോക്സിക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാസായനതന്ത്ര ലൈഫ് സ്പാന്, ഇൻ്റലക്റ്റ്, സ്ട്രെങ്ത് എന്നിവ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബ്രാഞ്ചാണ്. വാചീകരണ തന്ത്ര എന്ന് പറയുന്നത് സെക്ഷുവൽ ഡിസീസസും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചാണ്. ആയുർവേദ അനുസരിച്ച് ബോഡി 3 കാര്യങ്ങളാൽ കമ്പോസ്ഡാണ്. ഒന്ന് ടിഷ്യൂസാണ് ധാതു, വേസ്റ്റ് എന്ന് പറയുന്നത് മലാസ്, ഹ്യൂമറൽ ബയോമെറ്റീരിയൽസാണ് ദോഷാസ്. ഇത് 3ഉമാണ് ബോഡിയുടെ കമ്പോസിഷൻ. 3 ദോഷകളാണുള്ളത്. ഇതിനെ നമ്മൾ ത്രിദോഷ എന്ന് വിളിക്കും. അതാണ് വാത, പിത്ത, കഫ. ഇതിൻ്റെ ഇംബാലൻസാണ് ബോഡിയിൽ ഓരോ രോഗങ്ങളിലേക്ക് നയിക്കുന്നത്. ബോഡിലി സബ്സ്റ്റൻസിനെ 5 ക്ലാസിക്കൽ എലമെൻറ്റ്സ്, അതായത് പഞ്ചമഹാഭൂതയായിട്ട് തിരിക്കുന്നുണ്ട്. ഇവയാണ് എർത്ത്, വാട്ടർ, ഫയർ, എയർ, എതർ. ആയുർവേദത്തിൽ എല്ലാ മാറ്ററിലും ഇൻഹെറൻ്റ് ആയിട്ടുള്ള 20 ഗുണങ്ങളുണ്ട്. ഓരോ ഗുണങ്ങളും പെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഹെവി, ലൈറ്റ്, ഹോട്ട്, കോൾഡ് എന്ന് തുടങ്ങിയ പെയർസാണ് ഉള്ളത്. അപ്പോൾ 20 ഗുണങ്ങൾ നമുക്ക് 10 പെയർസ് ആക്കിയിട്ട് പറയാൻ സാധിക്കും. ഒരു ഇൽനെസ്സിനെ ഡയഗ്നോസ് ചെയ്യാൻ, അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ 8 വഴികളാണുള്ളത്. അതിനെയാണ് അഷ്ടവിധ പരീക്ഷ എന്ന് വിളിക്കുന്നത്. ഇവയാണ് നാഡി, പൾസ്, മൂത്ര, യൂറിൻ, മല, സ്റ്റൂൾ, ജിഹ്വ, ടങ്, ശബ്ദ, സ്പീച്ച്, സ്പർശ, ടച്ച്, ദൃക്, വിഷൻ, ആകൃതി, അപ്പിയറൻസ്. ഫിസിക്കൽ എക്സിസ്റ്റൻസിനെയും മെൻ്റൽ എക്സിസ്റ്റൻസിനെയും പേഴ്സണാലിറ്റിനെയും ആയുർവേദത്തിൽ 3 സെപ്പറേറ്റ് എലമെൻറ്റ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഫ്ലൂയിഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ചാനൽസ് ബോഡിയിലാകെ ഉണ്ട് എന്നാണ് ആയുർവേദം വിശ്വസിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് സ്ത്രോതാസ്. ഈ ഒരു ചാനൽസിനെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് മസാജ് യൂസ് ചെയ്യാം. അതുപോലെ ഓയിൽസും സ്വേദന ഒക്കെ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാം. എക്സസൈസിനും യോഗയ്ക്കും മെഡിറ്റേഷനൊക്കെ ആയുർവേദത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനുണ്ട്. 90% റെമഡീസും ആയുർവേദിക്കിൽ പ്ലാന്റ് ബേസ്ഡ് ആണ്. ഇങ്ങനെയുള്ള ഒരു സത്വിക് ആയിട്ടുള്ള ഡയറ്റും ഇവർ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. ആയുർവേദ എന്ന ടോപ്പിക്കിലെ കോൺസെപ്റ്റ്സ് ക്ലിയറായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ടെക്സ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ മെഡിസിനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ചരക സംഹിത. ചരക സംഹിത എന്ന പദത്തിൻ്റെ അർത്ഥം കമ്പേഡിയം ഓഫ് ചരക എന്നാണ്. ഇത് ട്രഡീഷണലി വിശ്വസിക്കുന്നത് ചരക എന്ന് പറയുന്ന ഫിസിഷ്യൻ എഴുതിയതാണ് എന്നാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് കുറേ ഡിബേറ്റ്സും ആർഗ്യുമെൻറ്റ്സും ഒക്കെ ഉണ്ട്. സൂത്രസ്ഥാന, നിദാനസ്ഥാന, വിമാനസ്ഥാന തുടങ്ങി 8 ബുക്കുകളാണ് ചരക സംഹിതയിൽ ഉൾപ്പെടുന്നത്. 8 പുസ്തകങ്ങളിലായിട്ട് ടോട്ടൽ 120 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് ആദ്യമായിട്ട് പഠിപ്പിച്ച് തുടങ്ങുന്നത് ആത്രേയയാണ്. ഇതിനുശേഷം ഇത് കോഡിഫൈ ചെയ്യുന്നത് അഗ്നിവേശയാണ്. അതിനുശേഷമാണ് ചരക ഇത് റിവൈസ് ചെയ്യുന്നതും കമ്പൈൽ ചെയ്യുന്നതും. ചികിത്സസാന എന്ന് പറയുന്ന ബുക്കിലുള്ള 17 ചാപ്റ്റേഴ്സും അതുപോലെ കൽപ്പസ്ഥാനയും സിദ്ധിസ്ഥാനയും കംപ്ലീറ്റ്ലി ആഡ് ചെയ്തത് ധൃതപാല എന്ന് പറയുന്ന ഫിസിഷ്യനാണ്. ചരക സംഹിതയിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് മെഡിക്കൽ പ്രാക്ടീസ്. ഈ 4 പാർട്സ് എന്ന് പറയുന്നത് പേഷ്യൻ്റ്, ഫിസിഷ്യൻ, നേഴ്സ്, മെഡിസിൻസ് എന്നതാണ്.
പലതരം മെഡിസിൻസും അതിൻ്റെ റീജിയൺ ഓഫ് ഒറിജിനും എവിടെയാണ് ഇത് അവൈലബിൾ എന്നും ഈ ഒരു കൃതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ മെഡിസിൻസും പ്രിപ്പയർ ചെയ്യേണ്ട റെസിപ്പീസും ഇതിൽ പറയുന്നുണ്ട്. സെക്ഷുവൽ ഡിസീസസിനുള്ള മരുന്നുകളെക്കുറിച്ചും ഈ ഒരു കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് അനുതൈലം, മറ്റൊന്ന് പോയ്സണിന് വേണ്ടിയിട്ട് മീറ്റ് ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഇന്ത്യയിലെ പല ഭാഗങ്ങളും അവിടെയുള്ള ആളുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചുമാണ്. ഇതിലൊരു കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് പേയ എന്നൊരു ടേമാണ്. പേയ എന്ന് പറയുന്നത് കഞ്ഞി പോലെയുള്ള ഒരു റൈസ് ബോയിൽ ചെയ്തിട്ടുള്ളൊരു ഡിഷാണ്. അതുപോലെ നോർത്ത് ആൻഡ് വെസ്റ്റിൽ യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്ന മന്ത ഒരു പലതരം മരുന്നിൻ്റെ പൊടികൾ കൂട്ടി കലക്കിയിട്ടുള്ളൊരു ഡിഷാണ്. ചരക സംഹിതയ്ക്ക് കുറേ കമൻട്രീസ് എഴുതിയിട്ടുണ്ട്. ഓൾഡസ്റ്റ് നോൺ ഹിന്ദു ടെക്സ്റ്റ് ഓൺ ആയുർവേദ എന്ന് വിശേഷിപ്പിക്കുന്നതും ചരക സംഹിതയാണ്. ചരക സംഹിതയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ചരക സമ്പത്ത്. ചരക സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ഓത്താണ്, ഒരു പ്രതിജ്ഞ പോലെ. ഒരു ഡോക്ടർ ആവുന്നതിന് മുന്നേ ആളുകൾ എടുക്കേണ്ട പ്രതിജ്ഞയാണ് ചരക സമ്പത്ത് അല്ലെങ്കിൽ ചരക ഓത്ത് എന്ന് വിളിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് ലൈഫ് വേണ്ടത്, എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് വേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെയാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്, ആരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, സ്ത്രീകളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് കുറേ കാര്യങ്ങൾ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ചരക സംഹിത പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ് സുശ്രുത സംഹിത. ഇത് ചരക സംഹിത ചരകൻ എഴുതിയ പോലെ സുശ്രുത സംഹിത എഴുതിയിട്ടുള്ളത് സുശ്രുതയാണ്. ഇത് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് സർജറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഒരു പുസ്തകം പ്രധാനപ്പെട്ട 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഭാഗമാണ് സുത്രസ്തന. സുത്രസ്തന എന്ന് പറയുന്നത് ഫാർമക്കോളജിയും മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രൈമറി പ്രിൻസിപ്പിൾസുമായിട്ട് ഡീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗമാണ് നിദാന. ഇത് പാത്തോളജിക്കൽ കോൺസെപ്റ്റുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. മൂന്നാമത്തെ ഭാഗം സരിരസ്തന. ഇത് ഹ്യൂമൻ അനാട്ടമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നാലാമത്തെ പാർട്ടാണ് ചികിത്സാസനം. ഇത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലാസ്റ്റ് പാർട്ടാണ് കൽപ്പസ്തനം. അത് ടോക്സിക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സുശ്രുതയുടെ ഈ വർക്ക് പ്രധാനമായിട്ടും സർജറിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സർജറിയെ തന്നെ 8 ഹെഡ്സായിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇത് പ്രധാനപ്പെട്ടൊരു ഭാഗം കൂടിയാണ്. ഇതിന് ഈ 8 കാറ്റഗറീസിനെ നമുക്ക് ഛേദ്യ, എക്സിഷൻ, ലേഖ്യ, സ്കാരിഫിക്കേഷൻ, വേദ്യ, പങ്ക്ചറിങ്, എസ്യ, എക്സ്പ്ലോറേഷൻ, അഹ്രിയ, എക്സ്ട്രാക്ഷൻ, വസ്ട്രയ, എവാക്യൂഷൻ ആൻഡ് സിവ്യ എന്ന് പറയുന്നത് സെക്ചറിങ് ആണ്. ഈ ഒരു പുസ്തകത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാറ്റഗറൈസേഷനാണ് 6 ടൈപ്സ് ഓഫ് അൺഇൻറ്റൻഷണൽ ഇഞ്ചുറീസ്. ഇൻറ്റൻഷണൽ അല്ലാതെ വരാൻ സാധ്യതയുള്ള 6 തരം ഇഞ്ചുറികളാണ്. ഇതിൽ ചിഹ്ന എന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ആംപ്യൂട്ടേഷൻ ഓഫ് എ ലിംബ്, അതായത് നമ്മളുടെ ലിംബ് ആംപ്യൂട്ടേറ്റഡ് ആവുന്നത്. പിന്നെ ഭിന്ന, എ ലെങ്തി പെനിട്രേറ്റിംഗ് ഐറ്റം ഹാസ് പെനിട്രേറ്റഡ് ഡീപ്ലി ഇൻ ടു എ ഹോളോ പാർട്ട് ഓഫ് ദ ബോഡി. അതായത് ആരോ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിൻ്റെ ഉള്ളിൽ കയറിപ്പോകുന്നത്. വിദ്ധപ്രാണ എന്ന് പറയുന്നത് പങ്ക്ചറിങ് എ സ്ട്രക്ചർ വിത്തൗട്ട് ക്രിയേറ്റിംഗ് എ വോയിഡ്. നെക്സ്റ്റ് ഉള്ളത് ക്ഷത. ക്ഷത എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിലേക്ക് ക്ഷതം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എൻ ഇഞ്ചുറി ഇൻ വിച്ച് ദർ ഈസ് എവിഡൻസ് ഓഫ് ലാക്രേഷൻ ഓൺ ബോത്ത് ദ ചിഹ്ന ആൻഡ് ഭിന്ന സൈഡ്സ്. ദെൻ പിച്ചിത എന്ന് പറയുന്നത് ഇഞ്ചുറീസ് കോസ്ഡ് ബൈ ഫാളിങ് ഓർ ബീങ് സ്ട്രക്ക്. ദെൻ ഗൃഷ്ട എന്നത് സ്കിൻ അബ്രേഷൻ. നെക്സ്റ്റ് പ്രധാനപ്പെട്ടൊരു കൃതിയാണ് അഷ്ടാംഗഹൃദയ. അഷ്ടാംഗഹൃദയ എന്ന പദത്തിൻ്റെ അർത്ഥം ഹാർട്ട് ഓഫ് മെഡിസിൻ എന്നാണ്. അഷ്ടാംഗ എന്ന പദം തന്നെ ആയുർവേദത്തിൻ്റെ 8 കോമ്പണൻസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. 8 കോമ്പണൻസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ മെഡിസിൻ, സെക്കൻഡ് സർജറി, തേർഡ് ഗൈനക്കോളജി ആൻഡ് പീഡിയാട്രിക്സ്, ഫോർത്ത് റീജുവിനേഷൻ തെറാപ്പി, 5 ആഫ്രോഡിസിയാക് തെറാപ്പി, 6 ടോക്സിക്കോളജി, 7 സൈക്കാട്രി ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്, 8 ENT എന്ന് പറയുന്നത് ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. ഈ ഒരു കൃതിയിൽ 5 ആക്ഷൻസ് തെറാപ്പീസ് എന്ന് പറയുന്ന പഞ്ചകർമ്മ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ള ആയുർവേദ പ്രാക്ടീഷണേഴ്സ് പൊതുവായിട്ട് യൂസ് ചെയ്യുന്നൊരു കൃതി കൂടിയാണ് അഷ്ടാംഗഹൃദയ.
വാഗ്ഭട എന്ന ഫിസിഷ്യൻ്റെ വർക്കാണ് അഷ്ടാംഗ സംഗ്രഹ. അഷ്ടാംഗ സംഗ്രഹയും അഷ്ടാംഗ ഹൃദയം കൺഫ്യൂസ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അഷ്ടാംഗ സംഗ്രഹ എന്ന പദത്തിൻ്റെ അർത്ഥം കമ്പേഡിയം ഓഫ് മെഡിസിൻ എന്നാണ്. അഷ്ടാംഗ സംഗ്രഹം നമുക്ക് കംപ്ലീറ്റ്ലി അവൈലബിൾ അല്ല. ഇതിൻ്റെ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ് മാത്രമാണ് സർവൈവ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് രാസരത്ന സമുച്ചയ. ഇത് ട്രഡീഷണലി വാഗ്ഭടയ്ക്കാണ് ഇതിൻ്റെ ഓതർഷിപ്പും ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ട് മറ്റൊരു ആർഗ്യുമെൻ്റ് ഉള്ളത് ഇത് ലേറ്റർ പീരീഡിൽ സെയിം നെയിമുള്ള മറ്റൊരു ഓതറായിരിക്കാം എഴുതിയത് എന്നാണ്. ഇത് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് അയട്രോ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അയട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഓഫ് മെഡിസിനും ഫിസിയോളജിയുമാണ്. ഇവർ മെഡിസിനെയും ഫിസിയോളജിനെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കെമിസ്ട്രിയുടെ ടേംസിലാണ്. മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന കൃതിയാണ് ഭേല സംഹിത. ഇതിൽ നെയിം റെഫർ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഓതറിൻ്റെ പേരാണ് ഭേല. ഇതൊരു ആത്രേയ എന്ന് പറയുന്ന ഒരു സേജും അയാളുടെ പീപ്പിളായിട്ടുള്ള ഭേലയും തമ്മിലുള്ളൊരു ഡയലോഗ് പോലെയായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു കൃതിയുടെ ജോഗ്രാഫിക്കൽ ഏരിയ ഗാന്ധാര എന്ന റീജിയനാണ്. ഈ ഒരു കൃതിയിൽ കായ അഗ്നി എന്ന് പരാമർശിക്കുന്നുണ്ട്. കായ അഗ്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൈജസ്റ്റീവ് ഫയറാണ്. അതായത് വയറിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫയർ പോലെയുണ്ട്, അതാണ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂട്രീറ്റീവ് ഫ്ലൂയിഡിനെ ഇതിൽ വിളിക്കുന്നത് രാസ എന്നാണ്. എംബ്രിയോയുടെ ഫസ്റ്റ് പാർട്ടായിട്ട് പറയുന്നത് ഹൃദയത്തെയാണ്. 8 തരം വിയർപ്പിനെക്കുറിച്ചും 12 ടൈപ്സ് ഓഫ് ഫുഡ് ആർട്ടിക്കിൾസിനെ കുറിച്ചും ഈ ഒരു കൃതിയിൽ പറയുന്നുണ്ട്. വിരുദ്ധ ആഹാരങ്ങളെക്കുറിച്ചും ഭേല സംഹിതയിൽ പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഒരു ടൈപ്പ് ഓഫ് ഫിഷ് മിൽക്കിൻ്റെ കൂടെ കഴിക്കുന്നത് വിലക്കുന്നത്. പല തരത്തിലുള്ള ഡയറിയനെ കുറിച്ചും ഈ ഒരു വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡിസീസോ അല്ലെങ്കിൽ വല്ല രോഗകാരണങ്ങൾ മാത്രമായിട്ടുള്ള ഡയറിയ അല്ല, അതായത് പേടി കാരണമൊക്കെ ഉണ്ടാകുന്ന ഡയറിയനെ കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. 20ഓളം തരം പാരസൈറ്റ്സ്, അതായത് കൃമികളെക്കുറിച്ച് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ റെയിനി സീസണിലാണ് ഇങ്ങനെയുള്ള പാരസൈറ്റ്സ് പ്രധാനമായിട്ടും ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് എന്ന് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ എപ്പിലെപ്സിയെ അത് വരാനുള്ള കാരണം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാരണങ്ങളല്ല എന്നും പറയുന്നുണ്ട്. ആ ഒരു സൂപ്പർ നാച്ചുറൽ അപ്രോച്ച് റിജക്റ്റ് ചെയ്തുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള കുറേ മൈൻഡും അല്ലെങ്കിൽ ബോഡിയിലെ ദോഷവശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് എപ്പിലെപ്സിയുടെ കാരണം ഇതിൽ പറയുന്നത്. മെൻ്റൽ ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഈ ഒരു സെയിം അപ്രോച്ചാണ് എടുക്കുന്നത്. സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് എന്ന ക്ലെയിമിനെ ഇദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ബോഡിയിലെ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട 16 ഡയറ്റീസിനെ ഈ ഒരു കൃതിയിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അഗ്നി, പൃഥ്വി തുടങ്ങി 16 ഡയറ്റീസാണ് ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും നോക്കി നടത്തുന്നത് എന്നാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത്. ഭേല സംഹിതയിൽ സോളിൻ്റെ ട്രാൻസ്മൈഗ്രേഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ് ബോവർ മാനുസ്ക്രിപ്റ്റ്. ഇതിൽ 7 ഫ്രാഗ്മെൻ്ററി ബുദ്ധിസ്റ്റ് ഹൈബ്രിഡ് സാൻസ്ക്രിറ്റ് ടൈസസ് ആണ് ഉള്ളത്. ഇത് പ്രധാനമായിട്ടും ചൈന ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിസ്റ്റ് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്ലോകങ്ങളുടെ രൂപത്തിൽ ഗുപ്ത സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള ഈ ഒരു കൃതി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. ഒരു അബ്രപ്റ്റായിട്ട് എൻഡ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു മാനുസ്ക്രിപ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ബോവർ മാനുസ്ക്രിപ്റ്റ് എന്ന പേര് വരുന്നത് ഇത് ഫസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള, അതായത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഹാമിൽട്ടൺ ബോവർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ലെഫ്റ്റനൻറ്റിൻ്റെ പേരിൽ നിന്നാണ്. നവനിതക എന്ന് പറയുന്ന വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡേറ്റഡ് ഇന്ത്യൻ മെഡിക്കൽ ടെക്സ്റ്റിൽ നിന്നുള്ള വേഴ്സസും പാർട്സും ഈ ഒരു പുസ്തകത്തിൽ, ഈ ഒരു മാനുസ്ക്രിപ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ വരുന്ന മറ്റൊരു പ്രധാന കൃതി എന്ന് പറയുന്നത് ഭേല സംഹിതയാണ്. അതിൽ നിന്നുള്ള വേഴ്സസും നമുക്ക് ഈ ഒരു മാനുസ്ക്രിപ്റ്റിൽ കാണാൻ സാധിക്കും. ഈ ഒരു മാനുസ്ക്രിപ്റ്റിൽ സ്നേക്ക് ബൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണാം. ഗാർലിക് അഥവാ വെളുത്തുള്ളിയെക്കുറിച്ച് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള റെസിപ്പീസൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസിന് ഗാർലിക് ഉപയോഗിച്ചിരുന്നു എന്നും ഈ ഒരു കൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഭാഗത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ കൂടിയാണ്. ഒരു ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷനായിരുന്നു ഗാർലിക് ഫെസ്റ്റിവൽ. ഗാർലിക് ഫെസ്റ്റിവലിനെ കുറിച്ച് കിട്ടുന്ന ഇൻഫർമേഷൻ കിട്ടുന്ന കൃതി കൂടിയാണ് ബോവർ മാനുസ്ക്രിപ്റ്റ്.
ഇതിലൊരു വലിയ ഭാഗം തന്നെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പൗഡറായിട്ടുള്ള മെഡിസിൻസ്, മെഡിക്കേറ്റഡ് ഗീ, ഓയിൽ, എലിക്സിയേഴ്സ്, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് മെഡിസിനൽ പ്രിസ്ക്രിപ്ഷൻസിനെ കുറിച്ച് ഇതിൽ പറയുന്നതായിട്ട് കാണാം. അതുപോലെ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ നെയിംസും പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് കശ്യപ സംഹിത. ഇതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് വൃദ്ധ ജീവകീയ തന്ത്ര. ഇതിൽ 200 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഇത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ് പോലെയുള്ള ബ്രാഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മെഡിസിനിൽ വന്നിട്ടുള്ളതിൽ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് കൃതി കൂടിയാണ് ഈ ഒരു കശ്യപ സംഹിത. പ്രഗ്നൻസി, ചൈൽഡ് ബർത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കൃതിയാണ് ഹരിത സംഹിത. ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് റിപ്പീറ്റഡ് അബോർഷനുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രഗ്നൻസിയുടെ സമയത്തുള്ള ഡയറ്റ്, അതുപോലെ ചൈൽഡിന് വേണ്ട ഡയറ്റ്, പ്രഗ്നൻസിയിലുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ വരുന്ന യൂറിനറി ലിത്യാസിസ് എന്ന് പറയുന്ന രോഗവും അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു അസുഖം ബാധിച്ചിട്ടുള്ള കുട്ടിയുടെ അറ്റ്മോസ്ഫിയറിലുള്ള, അതായത് ആ ഒരു ചുറ്റുപാടിലുള്ള എയർ മോഡിഫൈ ചെയ്യുന്നതിന് പല ടൈപ്പ് ഓഫ് ഫാനിങ് മെറ്റീരിയലും പല മെഡിസിനൽ ഹെർബ്സൊക്കെ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ ഡൈജഷൻ, അതുപോലെ കുട്ടിക്ക് കൊടുക്കുന്ന മിൽക്ക്, ബ്രസ്റ്റ് മിൽക്ക്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കൃതി കൂടിയാണ് ഹരിത സംഹിത. 7th century 8th centuryയിൽ ജീവിച്ചിരുന്ന ഒരു പ്രാക്ടീഷണറായിരുന്നു മാധവ. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് മാധവ നിദാന. പാത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കൃതിയിൽ പ്രധാനപ്പെട്ട ഡിസീസസും അതിൻ്റെ കോസ്, സിംറ്റംസ്, കോംപ്ലിക്കേഷൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൽ സ്മോൾ പോക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെ ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സ്മോൾ പോക്സിന് ഇതിൽ പറയുന്നത് മസൂരിക എന്നാണ്. മാധവ നിദാനയുടെ മറ്റൊരു പേരാണ് ഋഗ് വിനിശ്ചയ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ലക്ക് ഫോർ യുവർ പ്രിപ്പറേഷൻ.